ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ കാലത്ത് കുളിച്ച് സെറ്റായിട്ട് ചായയും കൂടിയും കുടിക്കാണ്ട് ഞാനിതേ പോണത് ഇച്ചൂസിനെ ഡോക്ടറെ കാണിക്കാനാണ്. കാരണം എന്താ വെച്ചാൽ ഇച്ചൂസ് ഇന്നലെ കളിച്ചിട്ട് എന്തോ കാലിന് എന്തോ പറ്റി, ഭയങ്കര വേദനയായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല ഇന്നലെ രാത്രി മര്യാദക്ക്. ഭയങ്കര കരച്ചിൽ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ഇവിടെ രാജയിലും ഹയാത്തിലൊക്കെ നോക്കി, പക്ഷേ അവിടെ ഒന്നും ഡോക്ടേഴ്സ് ഇല്ല, സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ബസ് കയറിയിട്ട് പൊന്നാനിക്കാണ് പോണത്. അവിടെ ഏതോ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ ഇന്ന് വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. ഞാനും ഉമ്മയും കൂടിയാണ് പോണത്. അങ്ങനെ ഇതാണ് പൊന്നാനി ഹോസ്പിറ്റൽ. ഇത് ഒട്ടുമിക്ക ഈ ഏരിയയിലുള്ള ഒട്ടുമിക്ക പേർക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോണത്. അങ്ങനെ ഞങ്ങൾ നേരെ കയറി ചെന്നിട്ട് കുട്ടികളുടെ ഡോക്ടറല്ല, ഇത് ജനറൽ ഡോക്ടറാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ തന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ടല്ലേ ഡോക്ടറെ, അടിപൊളി ഹാൻഡ് റൈറ്റിംഗ്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഉമ്മയും അതുപോലെ ഷിക്കുവിൻ്റെ സിസ്റ്ററും പിന്നെ ഷിക്കുവിൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു അവിടെ. കാരണം ആൾ ശ്വാസം മുട്ടിൻ്റെ ഇഷ്യൂ ആയിട്ട് അവിടെ അഡ്മിറ്റാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടതിന് ശേഷം കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നേരെ കയറി അവിടെ ക്യാൻറ്റീനിൽ കയറി. ഞാൻ പപ്സ് കഴിക്കാന്നുള്ള രീതിക്കാണ് കയറിയത്, പക്ഷേ അവിടെ പപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വക സാധനങ്ങളുണ്ടായിരുന്നുള്ളൂ, പരിപ്പുവട, പഴംപൊരി, പിന്നെ ഉഴുന്നുവട, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, പരിപ്പുവട കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു കറുമുറ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക, ഉഴുന്നുവട ഉണ്ടല്ലോ, അത് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം. ചട്നിയും ടേസ്റ്റില്ല, ഉഴുന്നുവടയും ടേസ്റ്റില്ല, ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം. പിന്നെ നിവർത്തില്ലാത്തതുകൊണ്ട് കഴിക്കണതാണ്, കാരണം വേറെ ഷോപ്പൊന്നും അവിടെ ഇല്ല, അതുകൊണ്ടാണ് ക്യാൻറ്റീനിൽ കയറിയത്. പിന്നെ പഴംപൊരിയുടെ കാര്യമാണെങ്കിൽ പറയാനില്ല, ഒന്നും പറയാനില്ല. കാരണം അത്രക്കും അലമ്പായിരുന്നു. ഇതിൽ മൂന്നിലും കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക, പരിപ്പോടായിരുന്നു ടേസ്റ്റ്. പിന്നെ ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്താ പറയുക, ഇന്ന് കാലത്ത് പുലർച്ചെ 5 മണിക്കൊക്കെയാണ്. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കണത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കസിം വന്നിരുന്നു. കസിം വന്ന് 8ൻ്റെ പണി കിട്ടി. കാരണം ആൾ കാറെടുത്തതും മഴ ഒക്കെ കാരണം വെള്ളം ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ അവിടെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ കാറെടുത്തതും അവിടെ നിന്ന് പിന്നെ അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നോക്കി, ലാസ്റ്റ് അവിടുത്തെ മണ്ണൊക്കെ നീക്കി നോക്കി, പിന്നെ എന്തോ പലകൊക്കെ ഇട്ട് നോക്കി. ലാസ്റ്റ് 2 ആൾക്കാർ വന്ന് അവരെ തള്ളൽ തുടങ്ങി. വണ്ടി അങ്ങനെ എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ സെറ്റായി വണ്ടി അവിടേക്ക് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് കൊണ്ടുവന്ന്. നിങ്ങളെ കല്യാണത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത് വീഡിയോ. എങ്ങനെയുണ്ട് ഷംനാക്ക ജ്യൂസ്? എങ്ങനെ ജ്യൂസ്? അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാനിരുന്ന്. ചോറും പിന്നെ എന്തോ പയറിൻ്റെ ഉപ്പേരി, പിന്നെ മീൻ കറി, മീൻ പൊരിച്ചത്, പപ്പടമൊക്കെ ആയിരുന്നു. അത് കഴിച്ചതിന് കുറച്ച് നേരം ഞാൻ റൂമിൽ പോയി കിടന്ന്, പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കി, പിന്നെ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ കുളിച്ചൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ വെള്ളവും അതുപോലെ തന്നെ ഇത് അവർ കൊണ്ടുവന്നതാണ് ഈ സാധനം, എന്തോ ഒരു കേക്ക്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ച് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നോർമൽ ഡേ തന്നെയാണ്. കഴിഞ്ഞ് രാത്രിയായപ്പോൾ പുട്ടും ഇതെൻ്റെ കാലത്ത് കഴിക്കാൻ ഉണ്ടാക്കിയ പുട്ടാണ്, അതും മുട്ട പൊരിച്ചതും പിന്നെ മീൻകറിയായിരുന്നു കഴിച്ചു. പക്ഷെ എനിക്ക് വിചാരിച്ചത്ര കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചൂസ് അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇച്ചൂസ് ഇങ്ങനെ പതുക്കെ നടന്നു നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് കറക്റ്റായിട്ടില്ല. അങ്ങനെ എൻ്റെ മുഖത്തൊരു പണി കിട്ടി. ഞാൻ ഡോറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ കൊതുക് തിരി കൊണ്ടുവന്നത്, അങ്ങനെ പേസ്റ്റൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇനി നമ്മൾ നേരെ കിടക്കാൻ പോവാണ്. ഇന്നത്തേക്ക് അത്ര